ഞാനിതുവരെ ഒരു സൂപ്പർമാൻ പടവും കണ്ടിട്ടില്ല. എനിക്ക് ഈ സൂപ്പർ ഹീറോ വലിയ താല്പര്യമില്ലാത്തൊരു ജോണറാണ്. 3Dയിൽ വേണ്ടായിരുന്നു എന്ന് തോന്നി. അതെ, 2D ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ വില്ലനാണ് സൂപ്പർമാനെ കാട്ടി ഒരു സൂപ്പർ പെർഫോമൻസ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം മൂവി കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുവാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് ഫ്ലിക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, നമുക്ക് ലാഗ് അടിപ്പിക്കാതെ മാക്സിമം ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു ടേക്കാണ്. നമ്മൾ സ്നൈഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ US സിറ്റുവേഷനും കൂടെ ബേസ് ചെയ്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു എന്താണ് പറയുന്നത്, ഒരു ഫോറിനർ അവിടെ വന്ന് അകപ്പെടുന്ന രീതിയിലൊക്കെ അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് തോന്നിയത്. 3Dയിൽ വേണ്ടായിരുന്നു എന്ന് തോന്നി. അതെ, 2D ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇല്ല, ഇതൊരു പുതിയ സ്റ്റോറിയാണ്. ഇപ്പോൾ നമ്മൾ അവർ ഒരു യൂണിവേഴ്സിലോട്ട് പോകുമ്പോൾ കണക്ഷൻ കൊണ്ടുവരും, പക്ഷേ അവർ അധികം കണ്ടൻസിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതൊരു സ്റ്റാൻഡ് ലോൺ സൂപ്പർ ഫിലിമായിട്ട് തന്നെയാണ് പോകുന്നത്. എൻഗേജാണ്, വളരെ എൻഗേജിങ് ആണ്. DC-യുടെ ഒരു നല്ല സിനിമയാണ്. മാർവൽ പോലെ മറ്റേ ഹൈ എൻ്റർടൈനറൊന്നും അല്ല സംഭവം, പക്ഷേ ഇവർ കുറച്ച് ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ആക്ഷൻ അല്ല. അപ്പോൾ ജെയിംസ് ഗണ്ണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി പോലെ വലിയ എൻ്റർടൈൻമെൻറ്റും ഇല്ല, പക്ഷേ ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പുതിയതെന്ന് പറയുമ്പോൾ ഈ ലെക്സ് ലൂതർ വില്ലനെ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. വെല്ലം കിടില, അവസാന നിമിഷം വരെ സൂപ്പർ പെർഫോമൻസ് ആണ്. അപ്പോൾ വില്ലനാണ് സൂപ്പർമാനെ കാട്ടി ഒരു സൂപ്പർ പെർഫോമൻസ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിതുവരെ ഒരു സൂപ്പർമാൻ പടവും കണ്ടിട്ടില്ല. എനിക്ക് ഈ സൂപ്പർ ഹീറോ വലിയ താല്പര്യമില്ലാത്തൊരു ജോണറാണ്. ഇത് റീബൂട്ട് ആയതുകൊണ്ട് ഒന്ന് കണ്ടുവെക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്വലി നല്ല രസമുണ്ട് പടം. നല്ല കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. ഈ ടിപ്പിക്കൽ ഈ ഒരു സൂപ്പർ ഹീറോ നമ്മുടെ ശക്തിമാൻ പോലത്തെ ഒരു സംഭവത്തിൽ ഭയങ്കര ഭീകരനായിട്ടുള്ള ശക്തനായിട്ടുള്ളൊരു സൂപ്പർമാൻ അല്ല ഇതിനകത്തുള്ളത്. ഇത് വയ്യാത്തൊരു കുറേ ഇടിയൊക്കെ വാങ്ങിച്ചു പിടിക്കുന്ന ഒരു സൂപ്പർമാനാണ്. അതുകൊണ്ട് ഇനി അവരുടെ ഫാൻസിന് എങ്ങനെ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കായിരുന്നു, നല്ല രസമായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാൻ. 3D നല്ല ഐമാക്സ് നല്ല സ്ക്രീനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അത് വിഷ്വലി. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടുണ്ട്. പിന്നെ 3D കൊള്ളാം, ആക്ഷൻ മ്യൂസിക് എല്ലാം ജെയിംസ് ഗൺ മൂവി തന്നെ കൊള്ളാം. ഇപ്പോൾ ഹെൻറി കാവിലിൻ്റെ അത് വെച്ച് നോക്കുവാണെങ്കിൽ അത്രയ്ക്കായിട്ടില്ല, പക്ഷേ പുതിയൊരാളാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ആക്ഷൻ സീൻസ് എല്ലാം സൂപ്പറായിട്ട് നേരിട്ടുണ്ട്. 3D പൊളി, തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം. ഐമാക്സ് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അപ്പം മൂവി കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുവാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് ഫ്ലിക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പം കുറച്ച് മുമ്പ് അപ്പുറത്തെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവി ആകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇറക്കാം. ഒന്ന്, ഒരു സിനിമാറ്റിക് വാല്യൂസ് അഥവാ ആർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് ഇറക്കാം. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാം. അപ്പം ഒരു പെർഫെക്റ്റ് സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കണമെന്നാണ് ഞാൻ, അങ്ങനെയുള്ള ഒപ്പീനിയനുള്ളതാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡാർക്ക് നൈറ്റും വിൻ്റർ സോൾജിയർ, ഇൻഫിനിറ്റി വാറൊക്കെ ഇപ്പോഴും നമുക്ക് റീവാച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ അതാണ്. പക്ഷേ ഈ ഒരു പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ടൊരു മാർവലിൻ്റെ ഫേസ് 4 ശേഷം കണ്ടുവരുന്ന ഒരു സ്ഥിരം സൂപ്പർ ഹീറോ മൂവീസിന് വരുന്നൊരു ശൈലി ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു ക്ലീഷ്യ മൂവിയാണ്. ആൻഡ് ഒബ്വിയസ്ലി നമ്മളൊരു സൂപ്പർമാൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇത് കാണുമ്പം പ്രീവിയസ് വെർഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് MOS തന്നെയാണ്, അഥവാ മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ഒരു നല്ല ഒരു ഇത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ആസ് എ കോമിക് ബുക്ക് ലവർ ഒരു കോമിക് ബുക്ക് വായിച്ചിറങ്ങിയ ഒരു ഫീൽ ഇതിൽ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ ഏജ് കോമിക്സ് 70s 80s കോമിക്സ് വായിച്ച് കിട്ടുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു പോരായ്മയാണ്. കാരണം നമ്മളിപ്പോഴും ഒരു പടം കാണുമ്പം കോമിക് ബുക്ക് റീഡറിൻ്റെ പെർസ്പെക്റ്റീവിലല്ലോ കാണേണ്ടത്, ഒരു ജനറൽ ഓഡിയൻസ് എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലല്ലേ. അപ്പോൾ വിത്ത് ദാറ്റ് കെപ്റ്റ് ഇൻ മൈൻഡ് ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് ഫ്ലിക്ക്. കൊള്ളായിരുന്നു ബ്രോ, നല്ല സിനിമയായിരുന്നു. ഹെൻറി കാവിൽ കുറച്ചുകൂടെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ ഇത് കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള ഒരു സൂപ്പർമാനാണ്. കൊള്ളാം, നല്ല സിനിമ. എക്സ്പീരിയൻസ് 3D കൊള്ളായിരുന്നു, ബെറ്ററാണ്. ബാക്കിയുള്ള മാർവലിൻ്റെയൊക്കെ 3D വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. ആവശ്യമില്ലാതെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇവർ, എന്താണെന്ന് അറിയില്ല. അല്ലാതെ കൊള്ളായിരുന്നു.